പ്രിയപ്പെട്ടവരെ നമസ്കാരം. ദ റിയൽ ടോക്ക് അറ്റ് വിനീത് വിജയനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ജാതി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ നടക്കുന്നുണ്ട്. പേര് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഇതുവരെ തിരഞ്ഞെടുക്കുവാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല. അത് പ്രഖ്യാപിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ കൂടി ഇപ്പോൾ വാർത്തകൾ വരുന്നത് മല്ലികാർജുൻ ഖാർഗെയോടും KC വേണുഗോപാലിനോടും രാഹുൽ ഗാന്ധിയോടും ജയറാം രമേശിനോടും രാഹുൽ ഗാന്ധിയോടും ഇപ്പോൾ കേരളത്തിലെ ദളിതരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും പേര് നടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിനെ KPCCയുടെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞിപ്പോൾ നടക്കുകയാണ്. വലിയ ചർച്ചയാകുന്ന വിഷയം ഇതാണ്. ഒരു കാരണവശാലും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാളെ KPCCയുടെ പ്രസിഡന്റ് ആക്കാൻ പറ്റുകയില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. കാരണം അദ്ദേഹം ഈ കാലയളവിൽ അത്രയും ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും ദളിതരെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ 6-7 തവണകളായി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ വ്യക്തി നാളിതുവരെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ അദ്ദേഹം ഒരാളെപ്പോലും നാളിതുവരെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെപ്പോലും ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെ പോലെ ഒരാളെ KPCCയുടെ പ്രസിഡന്റ് ആക്കുക എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു നടപടി മാത്രമാണ്. അദ്ദേഹം ജാതി കാർഡ് ഇറക്കിയാണ് ഇപ്പോൾ കളിക്കാൻ നടക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്, ജാതി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് KPCCയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് ഒരു ഇത്തൽക്കണ്ണിയാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദളിത് കാർഡ് ഉപയോഗിച്ച് കൊണ്ട് വരാൻ യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.